ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്നു അല്ലേ? പല ആളുകളും ചോദിക്കുന്നു, നിഹാൽ സാർ എന്താണ് നിങ്ങൾ +2കാർക്ക് വീഡിയോ ഒന്നും ഇല്ലേ? നിങ്ങൾ അന്നൊരു ഡിഗ്രീൻ്റെ വീഡിയോ ചെയ്ത് പോയതാണല്ലോ, നിങ്ങൾ അനുഭവം പറഞ്ഞിട്ട് അനുഭവങ്ങളൊന്നും ഇല്ലേ? അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളിൽ പ്രധാനപ്പെട്ടൊരു മെസ്സേജ് പിന്നെ പുറത്ത് പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ. ഇപ്പം ഞാൻ ബാംഗ്ലൂർ, ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പഠിച്ച ഒരാളായത് കൊണ്ട് എനിക്ക് ആ അനുഭവങ്ങൾ വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബാംഗ്ലൂർ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ മൊത്തം അങ്ങ് നശിച്ചു പോവോ? പല കാര്യങ്ങൾ നമ്മളൊരു പുറത്ത് കോഴ്സ് പഠിക്കാൻ എടുക്കുന്ന സമയത്ത് പലതും കേൾക്കാറുണ്ട്. അക്കാഡമിക് സൈഡ്, പേഴ്സണൽ സൈഡ്, അതുപോലെ നമുക്ക് എങ്ങനെ ഒരു ബെസ്റ്റ് കോളേജൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവന്മാർ നമ്മളെ ചാമ്പും അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് ഇവർ നമ്മളെ കൗത്തിറക്കും, അല്ലെങ്കിൽ നമ്മൾ ചാമ്പപ്പെടുമോ, നമ്മളവിടെ പോയി കുടുങ്ങുമോ, ഹോസ്റ്റലിൽ കിട്ടുമോ, ഭക്ഷണം കിട്ടുമോ, ഞങ്ങൾ ലാസ്റ്റ് ബാംഗ്ലൂർ കാണാൻ പോയിട്ട് കുടുങ്ങുമോ, അതൊക്കെ. അപ്പം ഞാൻ ഇതേപോലെ നിങ്ങളുടെ സമയത്ത് ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര സംഭവം. ഇപ്പം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ശേഷം പോയിട്ട്, നിങ്ങൾ +2 ശേഷമല്ല, ഡിഗ്രിക്ക് ശേഷം പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ മനസ്സിലൊരു ബാംഗ്ലൂരായിരുന്നു. ഈ ചതിക്കാത്ത ചന്തു സിനിമയിൽ പിന്നെ നമ്മുടെ ആ ജയസൂര്യ ആദ്യമായി ചെന്നൈ പോകുമ്പോൾ എൻ്റെ ചെന്നൈയുടെ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ബാംഗ്ലൂർ എന്ന് ആലോചിക്കും. എൻ്റെ മനസ്സിൽ ഭയങ്കര അടിപൊളി ബിൽഡിങ്, വളരെ നീറ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണാം. അപ്പം ഞാൻ അതേപോലെ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് പോയത്. അവിടെ എത്തി, രാവിലെയൊക്കെ ഉറങ്ങി നീച്ച് ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏത് ബസ് സ്റ്റാൻഡ് ഓർമ്മയില്ല, എനിക്ക് അവിടുത്തെ ബസ് സ്റ്റാൻഡ് തോന്നുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഇറങ്ങിയപ്പോൾ ഇതിപ്പോൾ എന്താ, അത് ഭയങ്കര ജഗബോഗ സിറ്റി. അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ഒരു വൃത്തിഹീനമായ സ്ഥലത്തൂടെ അങ്ങനെ നടന്നു പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ചെറിയ, അതായത് എന്നെ ഏറ്റവും അവിടെ ചടപ്പിച്ച ഒന്നാമത്തെ കാര്യം, ഞാൻ ബാംഗ്ലൂർ എൻ്റെ ഇപ്പോൾ മനസ്സിലിപ്പോഴും ഉണ്ട്, ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത് തന്നെ മദ്യം വിൽക്കുന്ന ഷോപ്പാണ്. മദ്യം വിൽക്കുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഷോപ്പ്, നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണല്ലേ, ചെറിയ പാക്കിലൊക്കെ മദ്യം വിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോൾ ഇത് കുടിക്കുക രാവിലെ തന്നെ. ഫസ്റ്റ് കാണുന്നത് എനിക്ക് ഞാൻ ആകെ ചർച്ചയായി, ഇത് എന്താ ഇപ്പം സാധനം. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എന്നെ പേടിപ്പിക്കുന്ന ഒരു ഫാക്ടർ തന്നെ അവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുണ്ട്. പണ്ടത് ഈ ഹിജറകളുണ്ടല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ, ഇവരിങ്ങനെ വരും, പൈസ ദേതോനാറിന് വരും. പിന്നെ ട്രെയിനിലാണ് അധികം ഉണ്ടാവും, ബസ് സ്റ്റാൻഡിൽ ആരും അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടാക്കില്ല, ഓരോ എന്തെങ്കിലും പറഞ്ഞാലാക്കുള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയാണ് ആദ്യം. കാരണം ഞാൻ നാട്ടിലൊക്കെ വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇവർ എപ്പോഴും ഉണ്ടാവും. ആ പോണ വഴിക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാരണം ഞാനിപ്പോൾ +2 കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് പോകാണല്ലോ. ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ആദ്യം പെട്ടെന്ന് ഞാൻ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഏവിയേഷൻ അവിടെ പഠിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സുകൾ. ഓക്കെ, ഇപ്പം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ അവസാനം വരെ കാണണം, നമ്മൾ മുന്നത്തെ വീഡിയോ പോലെ. അതായത് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് പുറത്ത് പഠിക്കണം എന്ന് അമിതമായ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ, കാരണം ഇത് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് വീഡിയോ ഉണ്ടാവും. എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ അനുഭവങ്ങളും എനിക്ക് അവിടെ ഉണ്ടായ ഇഷ്യൂസും അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിസൾട്ടും ഒക്കെ ഞാൻ ഇതൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്ക് ചിലപ്പോൾ ഇത് ഇയാൾ എന്താ പറഞ്ഞാൽ ബോറായി തോന്നും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവിടെ ഏറ്റവും പ്രധാനമായും നമുക്ക് പ്രൈവറ്റ് കോളേജസ് ആണ്. പ്രൈവറ്റ് കോളേജ് മീൻസ് അവിടുത്തെ ബെസ്റ്റ് കോളേജ് ആണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജാണ്. നമുക്ക് അവിടെ എഞ്ചിനീയറിംഗ്, അതുപോലെ BCA കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാക്കും, BCom, ACCA, BBA, MBA, മീഡിയ ഡിസൈൻ, ഏവിയേഷൻ, AI ഡാറ്റ സയൻസ്, ബയോടെക്നോളജി, അതുപോലെ തന്നെ പിന്നെ മറ്റേ നമ്മുടെ നഴ്സിംഗ്, അങ്ങനെ പാരാമെഡിക്കൽ കോഴ്സ്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് പിന്നെ കോഴ്സ്, ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട് അവിടെ. അതുതന്നെ നമ്മുടെ പിന്നെ സൈക്കോളജി, അതുപോലെ പിന്നെ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്. അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് BBAയും അതുപോലെ തന്നെ BBA ഏവിയേഷൻ, BBA കോഴ്സും MBA കോഴ്സും. ഇതാണ് ബാംഗ്ലൂരിൽ നിന്ന് മെജോറിറ്റി ആളുകൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എടുത്ത ഒരുപാട് കോഴ്സ്. ഇപ്പം എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഞാൻ വേറെ കോഴ്സാണെങ്കിലും ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു MBA കോളേജിൻ്റെ ഒരു സൈഡ്. അപ്പം എൻ്റെ റൂംമേറ്റ്സൊക്കെ MBA പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്താണ് പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ, അപ്പോൾ നമ്മളവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ അറിയപ്പെടുന്ന ഒരു വാക്കുണ്ട്. ബാംഗ്ലൂർ അറിയപ്പെടുന്നത് എന്താണ്, സിലിക്കൺ വാലി എന്ന ബാംഗ്ലൂർ അറിയപ്പെടുക. കാരണം സിലിക്കൺ വാലി അറിയപ്പെടാൻ കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഇൻഫോസിസ്, വിപ്രോ, ഗൂഗിൾ, ആമസോൺ, അങ്ങനെ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട്, അതായത് ബാംഗ്ലൂർ നിങ്ങൾ ബസ് ഇറങ്ങി നിങ്ങൾ പ്രധാനപ്പെട്ട ബാംഗ്ലൂർ സിറ്റിയിൽ പോകുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പലതിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് കാണാൻ. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ 3-ാമത്തെയോ 4-ാമത്തെയോ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോ സിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ബാംഗ്ലൂർ. ഞാൻ കറക്റ്റ് നോക്കിയില്ല, എന്ന് ഇങ്ങനെ പറയപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് സാധ്യതകൾ, നമ്മൾ ഇവിടെ കണ്ടും കേട്ടും ഇവിടെ എത്തിപ്പെടാത്ത പലതും അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. എന്തിനൊക്കെ അവസരങ്ങൾ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും, അതുപോലെ ക്യാമ്പസ് പ്ലേസ്മെന്റും, ഇൻഡസ്ട്രി എക്സ്പ്ലോഷൻ, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത കാര്യങ്ങളാട്ടോ. ഇതിനൊക്കെ നമുക്ക് അവിടെ എന്തുണ്ട്,
വലിയൊരു സാധ്യതകൾ നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ കാരണം അത് ഞാൻ അവിടെ അനുഭവിച്ചറിഞ്ഞ ഒരു സാധനം. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് എന്താ പറയുക ഒരുപാട് സാധ്യതകൾ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. നമ്മൾ അവിടെ പോയി നമുക്ക് തരുമൊന്നുമില്ല. നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ഇംഗ്ലീഷ്, ഇപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മൾ പലപ്പോഴും അവിടെ ഇൻ്റർവ്യൂസിനെ കണ്ടൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ആദ്യമായ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ആദ്യം അവിടുത്തെ മിക്കവാറും CEO ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ HR ഹെഡോ അല്ലെങ്കിൽ ആ കമ്പനി മെയിൻ ആളായിരിക്കും ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെഷൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ടോപ്പിക് തരും. ആ ഒരു പ്രോബ്ലം സോൾവിങ് ഒരു സെഷൻ പോലെ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഗ്രൂപ്പായി തിരിക്കും. അവിടെ നമ്മൾ ഡിസ്കഷൻ നടത്താണ്ടോ. അവിടെ ഏറ്റവും വലിയ ചാലഞ്ച്, ഞാൻ തുടക്ക സമയത്ത് ഞാൻ നേരിട്ടൊരു ചാലഞ്ച് എൻ്റെ ലാംഗ്വേജ് എൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു. ബട്ട് വിത്തിൻ 3 or 4 months എനിക്കത് കൃത്യമായ രീതിയിൽ അടിപൊളിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം. കാരണം നമുക്ക് ഒരാളെ ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു സാധനം, ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് ബെസ്റ്റ് ഫ്രണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എന്താ പറയുക ആ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ നമ്മളെ സഹായിക്കും നല്ല ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇത് രണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഹിന്ദി ഞാൻ കുറച്ച് വീക്കാണ്, എന്നാൽ ഇംഗ്ലീഷ് ഞാൻ അടിപൊളിയായി പഠിച്ചത് അവിടെ നിന്നാണ്. എന്താണ് ഇംഗ്ലീഷ് ഗൊത്തും എന്ന് പറഞ്ഞാൽ കന്നഡയിൽ അറിയുന്നവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കുക. ഇനി നിങ്ങളെ സൈഡിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഡിപെൻഡൻറ്റ് ലൈഫ് എക്സ്പീരിയൻസ്. അതാണ് നിങ്ങൾ അവിടെ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങൾ അവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങളെ ചുറ്റുമുണ്ട്. പക്ഷെ അത് വെറുതെ പോയ കുട്ടികളെ കയ്യിൽ ക്യാഷ് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ എക്സ്പ്ലോഷനും അവിടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്, പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നമ്മുടെ സ്ട്രിക്റ്റ് ആക്കി നമ്മളെ ഇതാക്കാൻ ആരുമില്ല, അതൊരു പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ ഒരു മൾട്ടി കൾച്ചറൽ ക്യാമ്പസ് ലൈഫായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഒരു മൾട്ടി കൾച്ചറൽ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ, അപ്പോൾ ഞാൻ പഠിച്ച സ്ഥലത്ത് മാംഗ്ലൂർ എന്നുള്ള ആളുണ്ടായിരുന്നു, അവിടുന്ന് കൽക്കട്ട എന്നുള്ള ആളുണ്ടായിരുന്നു. ഇന്ത്യയുടെ, അതായത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരെ പറഞ്ഞു കേട്ടോ. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ആൾക്കാർ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ വിഭാഗത്തു നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും ആൾക്കാർ അവിടെ കാണും. എന്നാലും മെജോറിറ്റി എനിക്ക് തോന്നുന്നു മലയാളികൾ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു മിക്സ്ഡ് ഒരു മൾട്ടി കൾച്ചർ ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് ഹിന്ദി ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ അവിടെ പോയി എൻ്റെ തമിഴ് ഇമ്പ്രൂവ് ചെയ്ത്, കന്നഡ എനിക്കൊന്നും അറിഞ്ഞില്ല, ഗൊത്തില്ല പറഞ്ഞ് ഞാൻ അവിടെ ഒഴിവാക്കും. പിന്നെ അതെനിക്ക് വലിയൊരു കന്നഡ എനിക്ക് പഠിക്കാൻ. പക്ഷേ ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദിയുടെ ബേസിക് ഒക്കെ എനിക്ക്, ഹിന്ദി പറഞ്ഞാലേ ലാംഗ്വേജ്, അപ്പോൾ ഹിന്ദി ഞാൻ അവിടെ പറയൽ വളരെ കുറവാണ്. അവിടുത്തെ ആൾക്കാരും കന്നഡിയൻസും സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പോൾ നമ്മളിവിടെ മലയാളികൾ പരസ്പരം അങ്ങോട്ടും ഇംഗ്ലീഷ് സംസാരിക്കും, എന്നാലും വളരെ റയറാണ്. എന്നാൽ അവിടെ കന്നഡിയൻസും മാക്സിമം മജോറിറ്റി ആളുകളും സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ്. അപ്പോൾ ലാംഗ്വേജ് നമ്മുടെ ഒരു ബെസ്റ്റ് സാധനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും എന്താണ് നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടും. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ നാട് വിട്ട് പോവാണ്, ഫുഡ് കിട്ടുമോ, ഹോസ്റ്റൽ കിട്ടുമോ, മലയാളീസ് ഉണ്ടാവുമോ, ഇതൊക്കെയാണ് ഞാൻ അവിടെ പോയപ്പോൾ സമയത്താണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ. എന്നാൽ എനിക്ക് പുല്ല് ഈ മലയാളികൾ മാത്രമാണല്ലോ ഇവിടെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. പിന്നെ അന്ന് ഞാനിവിടെ നാട്ടിൽ കുറച്ച് രാഷ്ട്രീയവും കുറച്ച് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയായി നിൽക്കുന്ന സമയം. അപ്പോൾ അന്ന് എന്നെ അവിടെ കോഴ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞ് അവിടെ പരിചയപ്പെടുത്തിയ ആൾ എന്ത് പറഞ്ഞിരുന്നു, നമ്മുടെ സംഘടനൻ്റെ അടിപൊളിയായിട്ട് അവിടെ പിന്നെ KMCC പരിപാടിയൊക്കെ ഉഷാറാണ്, നമുക്ക് അവിടെ സെറ്റാണ്, നിങ്ങൾക്ക് എല്ലാ നേതാക്കന്മാരൊക്കെ കാണാം. അപ്പോൾ ഞാൻ യെസ്, കാരണം അന്ന് നമ്മൾ ആ ഒരു ഹൈയിൽ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അതൊക്കെ അതിനൊക്കെ സൗകര്യം അവിടെ ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു കൾച്ചറൽ, അതായത് സംഘടനാ ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് എല്ലാത്തലും ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പേടിക്കേണ്ട. കേരള ഫുഡ്, മീൽസ്, PG അങ്ങനത്തെ എല്ലാ സൗകര്യം അവിടെ ഉണ്ട്. നമ്മൾ നാട് വിട്ട് പോയത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതൊരു പലരുടെയും പ്രധാനപ്പെട്ട കൺസേണാണ്. നമ്മൾ നാട് വിട്ടു പോലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ സേഫാണ്, സെക്യൂർ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന തലശ്ശേരിയിലെ ഒരു കണ്ണൂരിലെ ഒരു താത്തൻ്റെ ഒരു താത്ത നടക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ റൂമിന് കുറച്ച് അങ്ങോട്ട് പോകണം. അവരെ ബിരിയാണി, അവിടെ പൊറാട്ടയും കറിയും ഞങ്ങൾ കുറേ കാലം കഴിച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ തൊട്ടടുത്ത് പിന്നെ കണ്ണൂരാരും കാസർഗോഡാണ് പല ബിസിനസ്സായിട്ട് മെജോറിറ്റി അവിടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടുകാരാണ്, കോഴിക്കോട്ടെക്കാരൻ കൂടുതലുള്ള അവിടെ കാസർഗോഡ്, കണ്ണൂർ എന്നുള്ള ആൾക്കാരാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ലെവലിലേക്ക് നമ്മൾ നോക്കുക. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അവിടെ ഫുഡ് കഴിക്കാനല്ലോ. അപ്പോൾ ആസ് എ പേഴ്സണാലിറ്റി ഇപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ അടുത്തൊരു കാര്യം ടൈം മാനേജ്മെൻറ്റാണ്. കാരണം ഞാൻ അവിടെ ഏവിയേഷൻ പഠിച്ചു. ഇപ്പോൾ രാവിലെ കറക്റ്റ് സമയത്ത് കോളേജിൽ പോകണം, ഉച്ചയാകുമ്പോഴത്തേന് ക്ലാസ് കഴിയും. ഉച്ചശേഷം പിന്നെ അന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ ചുമ്മാ
അവിടെ കടന്നുറങ്ങാൻ മെയിൻ പരിപാടി. അപ്പോൾ അത് ആ തുടക്ക സമയത്ത് എനിക്ക് ഭയങ്കര, ഞാനൊരു പി ജിയിലായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ്, എന്താ പറയുക, ഒറ്റക്കായിരുന്നു, ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടുന്ന് അവിടുന്ന് 2 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വേറെ റൂം ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ നമ്മളെ മലയാളീസായ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവനാണ് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടായി മാറിയിട്ട് അവിടെ ഇപ്പോഴും നമ്മൾ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ മാറി, അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒന്നും കൂടി ഒരു ഹാപ്പി മൊമെന്റിൽ. തുടക്ക സമയത്ത് ഞാനാണ് ഭയങ്കര ഹോം സിക്കിൻ്റെ ആളാണ്. വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കും വീട്ടുകാരെ, ലാസ്റ്റ് എനിക്ക് അന്ന് നമ്മളിങ്ങനെ ആലോചിക്കും വീട്ടിൽ. ചിലപ്പോൾ ഇതിൽ ഹോസ്റ്റലേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് അറിയാട്ടോ. അപ്പോൾ ഞാനൊന്ന് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോ ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റിൻ്റെ അമ്മ, അങ്ങനെ ഉമ്മനോടൊക്കെ ഉള്ള സ്നേഹം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഹൈപ്പിലെത്തിയ സമയം. കാരണം നമുക്ക് ഇവരൊക്കെ മിസ് ചെയ്യും. എൻ്റെ ഉമ്മ ഇപ്പിയും എന്താ പറയുക, വീടും കട്ടിലും കിടക്കിയും എല്ലാം മിസ് ചെയ്യുന്ന ഒരു സമയം. കാരണം എന്താ പറയുക, അത് നമുക്കിത് അങ്ങനെ ഇനിയുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഇത്, ഞാൻ ഭയങ്കര ഹോം സിക്കിനാണ്. ഞാൻ ഈവൻ ടൂർ പോയാൽ പോലും 2 ദിവസം കഴിഞ്ഞൊന്ന് വീട്ടിൽ പോയില്ല എന്ന് ചിന്തിക്കുന്ന ആളാട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ, ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എത്തിയപ്പോൾ ഞാൻ കുറേയൊക്കെ എന്ത് ചെയ്തത്, അത് മറന്നൊന്ന് അടിപൊളിയായത്. നിങ്ങൾക്കും അവിടെ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സിനൊക്കെ കിട്ടും, ഒരു സംശയമൊന്നുമില്ല, എന്തായാലും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ ടൈം മാനേജ്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കോൺഫിഡൻസ്, ഇതൊക്കെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്യണം. അതായത് ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് അത്ര, നിങ്ങൾ എന്താ പറയുക, അത്ര ഒരു വലിയൊരു മെച്യൂരിറ്റി ഒക്കെ എത്തുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം, നിഹാലെ പണിയെടുത്താലോട് ജീവിക്കാൻ കഴിയുള്ളൂ, ജോലി എടുത്താലോട് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് ഞാൻ എത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും ബാംഗ്ലൂർ ഞാൻ പോയ സമയത്താട്ടോ. കാരണം ലൈഫ് എന്താണ്, പിന്നെ കാരണം ഞാനവിടെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ അവിടെ ജോലി ചെയ്തു. കാരണം അവിടെ 3 ഷിഫ്റ്റാണ്, രാത്രിയും പകലും വൈകുന്നേരം എല്ലാ സമയത്തും എന്താണ് നമുക്ക് ഷിഫ്റ്റ് ഉണ്ടോ, അതായത് ഓരോ ദിവസമായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ അവിടെ ഇറങ്ങുന്ന ഏറ്റവും വലിയ ഫ്ലൈറ്റാണ് ലുഫ്താൻസ എന്ന് പറയും, ഡബിൾ ഡക്കർ ഫ്ലൈറ്റാണ് ലുഫ്താൻസ. അപ്പോൾ അവിടെ വലിയ ഓസ്ട്രേലിയ ആണ് ലുഫ്താൻസ, അല്ലേ അവിടെ ഓസ്ട്രേലിയ തോന്നുന്നുണ്ട്, ഓസ്ട്രേലിയ ആണോ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഓസ്ട്രേലിയ ആണെങ്കിൽ ഓക്കെ ആറ്റോസ്. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ OCC ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മളെ എയർ ഹോസ്റ്റസിൻ്റെ വലിയ ഫ്ലൈറ്റ് ആവും, ഒരു എയർ ഹോസ്റ്റസിന് അവിടെ നിന്ന് പോകണ്ടോ. അപ്പോൾ അവരിങ്ങനെ എന്നെ നോക്കി ചിരിച്ച് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ എനിക്ക് മെയിൽ വന്ന് പുതിയ സ്റ്റാഫാണെന്നൊക്കെ പറയാം, ഞങ്ങളെ ഹെഡ് പിന്നെ അല്ലേ കഴിച്ചിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, എന്ത് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ലൈഫിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പേഴ്സണലി എനിക്ക് മാറിയ ഒരു, എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് ആൻഡ് എന്താ പറയുക ജോലി സാലറി എന്നൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നിഹാൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്താലും ജീവിക്കാൻ കഴിയുള്ളൂ കേട്ടോ എന്ന് തോന്നിപ്പിച്ച ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒറ്റ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി എനിക്ക് തന്ന ഒരു ഏരിയയാണ് ശരിക്കും എൻ്റെ ബാംഗ്ലൂർ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വളരെ, ഞാൻ അത്ര ആഴത്തിലേക്കൊന്നും പോയില്ല, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ നേരെ ഡിസ്അഡ്വാൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ, ബാംഗ്ലൂർ പോകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് മാത്രം നോക്കിയാൽ പോലെ, ഡിസ്അഡ്വാൻറ്റേജിൽ നോക്കും. ഒന്നാമത്തെ കാര്യം ലിവിങ് കോസ്റ്റാണ്. അപ്പം ഞാനൊക്കെ അന്ന് ജീവിച്ചതിനേക്കാൾ എത്രയോ ലിവിങ് കോസ്റ്റ് ഒന്ന് കൂടുതലാണ് അവിടെ. നമുക്ക് PG ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും എക്സ്ട്രാ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് മക്കളെ അടുക്കാൻ കഴിയില്ല. ഒരു മാളിലൊക്കെ പോയി എന്താ പറയുക, ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സംഖ്യ കയ്യിൽ നിന്ന് കൂട്ടും. അപ്പോൾ ഞാനൊക്കെ അന്ന് ചെറിയ പൈസ, അന്ന് എൻ്റെ അപ്പൻ്റെ അങ്ങനെ തരാൻ അത്ര വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നൊരു മാസം ഒരു 3000 ഉറുപ്പ്യൊക്കെ ഇപ്പോൾ ആകെ തരിക. അന്ന് ഇപ്പൊക്കെ അത്ര തരാൻ കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കും, ഇന്ന് ഇത്ര ഉറുപ്പ്യക്ക് ഫുഡ് കഴിക്കാം, ഇന്ന് ഇത്ര ചിലവാക്കാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിലവാക്കി ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പൈസ തരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ എനിക്ക് ചോദിക്കാനും മടിയോ, കാരണം ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം 100 രൂപയിൽ കൂടുതൽ നമുക്ക് ചിലവാക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, ഇത് ഞാൻ ആസ് എ കോമൺ മാൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, എന്നെ പോലെ പാവപ്പെട്ടവൻ്റെ ഒരു കാര്യം പറയണേ. പൈസ ഉണ്ടെങ്കിൽ അടിച്ചു പൊളി ചില്ലായി നിൽക്കാം. അപ്പോൾ നല്ല റൂം റെന്റും കാര്യങ്ങളും, അതായത് നിങ്ങൾ പഠിക്കാൻ കൂടി പോകുന്നതിനെ കൊണ്ട് ഞാനിത് പറഞ്ഞോ. ഇപ്പം പിന്നെ ജോലി കിട്ടി എനിക്ക് എന്താ സാലറിയും വരുമാനമൊക്കെ ആയ സമയത്ത് പിന്നെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ് തന്നെയാണ്, ലിവിങ് കോസ്റ്റ്. അപ്പോൾ നമുക്കൊരു ധാരണ വേണം, നമ്മളിത് ഇവിടെ പഠിക്കാൻ വന്നാണ്, നമ്മൾ വെറുതെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങൾ ചിലവായിക്കും, ഇല്ലാത്തോ നിങ്ങൾ എന്ത് ചെയ്യരുത്, അധികം ഓരോ ബുദ്ധിമുട്ടാക്കരുത്. അപ്പോൾ ലിവിങ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾ എത്ര പേര് അതിനെ സീരിയസ് ആയി എടുക്കുന്നത് എനിക്ക് അറിയാം, സീരിയസ് ആയി എടുത്തേ പറ്റൂ, നമ്മുടെ ബാഡ് കമ്പനീസാണ്. കാരണം നമുക്കറിയാം ബാംഗ്ലൂർ പല ടൈപ്പ് A to Z കാറ്റഗറി ആൾക്കാർ നിങ്ങൾ കാണാം. നിങ്ങൾ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെയുള്ള റൂംമേറ്റ് കറക്റ്റ് സമയത്ത്, ഞാൻ ആകെ
കറക്റ്റ് ക്ലാസ്സിന് പോയത് ഞാൻ ആദ്യം അഡ്മിഷൻ ദിവസമാണ് 9 മണിക്ക് ക്ലാസ്, 8:55 ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തി. പിന്നെ എനിക്ക് കറക്റ്റ് ക്ലാസ്സിലെത്താൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ഫ്രണ്ട് അവൻ്റെ ബൈക്കിലാണ് ഞാൻ പിന്നെ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടത്. ഇവൻ ഉറങ്ങിയിരിക്കാൻ നേരം വെക്കും. ഞാൻ സ്റ്റിൽ പറയാണ്, എൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് കാരണം ആ ഒരു കാര്യം. അപ്പോൾ ഞാൻ അവൻ്റെ കമ്പനി അവൻ്റെ കാര്യങ്ങളൊന്നും, പിന്നീട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റിൽ ഞാൻ നല്ല കമ്പനിയാണ്, ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് മുന്നേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഇതാകും. കാരണം ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും, നല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് പിന്നെ പാർട്ടി. പൈസ വെറുതെ അനാവശ്യമായി പാർട്ടികൾക്ക് വേണ്ടി ചിലവാക്കുക. അവിടെ പബ്ബുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന അടുത്തൊരാണ് പിന്നെ അൺഹെൽത്തി ഹാബിറ്റ്സിൽ നമ്മൾ ചിലപ്പോൾ പോയേക്കാം. അതായത് സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക, ബിയർ കഴിക്കുക. കാരണം ഇതൊക്കെ നമ്മളെ ചുറ്റും ഇങ്ങനെ കിട്ടും, ഇഷ്ടംപോലെ നമ്മളെ ചുറ്റും ഇങ്ങനെ കാണുക. നമ്മളെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കടയിൽ മറ്റേ മിഠായി സ്വീറ്റ്സ് വിൽക്കുന്ന പോലെ നമുക്ക് ഇതിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കൊരു സെൽഫ് എന്താ പറയുക, ഒരു സെൽഫായിട്ടുള്ള ഒരു എന്താ പറയുക ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ പോയേക്കാം. ഞാൻ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് വേണം, തെറ്റേത് ശരിയേത് എന്ന്. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനും സ്റ്റിൽ ഇത് കഴിക്കുന്നതിനോ ഇത് കുടിക്കുന്നതോ ഇത് ഉപയോഗിക്കുന്നതിനോ എനിക്ക് അത്രയും വെറുപ്പുള്ളൊരു കാര്യം വേറെ ഇല്ല. അപ്പം ഞാൻ ഒരിക്കലും ആരും അത് പ്രൊമോട്ട് ചെയ്യുക ആരും ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണും, നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്ത് പോകരുത്. നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ ചെയ്യും. പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കിട്ടിയ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവിടെ വീക്കിലി ആഴ്ചക്ക് പല പാർട്ടീസ് ഉണ്ടാവും. പലരും ഞാൻ വിളിക്കുമ്പോൾ അവർ വരില്ല, നിഹാൽ വിളിച്ചാൽ അവൻ വരില്ല, അവന് ഇതൊന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യില്ല. അപ്പം ഇത് എനിക്ക് ശരിക്കും എന്നെ അവിടെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, അതൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും അത് നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് നിങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതൊരിക്കലും അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഇനി ഞാൻ കറക്റ്റ് കുറച്ചധികം കാര്യം പോലെ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോം സിക്കിൻ്റെ കാര്യം. അത് ഭയങ്കര ഒരു സാധനം ഹോം സിക്ക്. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഫാമിലി നമ്മൾ എന്തായാലും മിസ് ചെയ്യും. നമ്മൾ മാറി കുറേ നിൽക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഇത്രയും കാലം വീട്ടിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ഹോം സിക്ക് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒരു സമയം എടുത്തത് അത് റെഡി ആവും എന്നൊരു മൈൻഡ് സെറ്റ് വേണം. തുടക്കത്തിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഇങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി, ഇതൊക്കെ മതി, ബാംഗ്ലൂർ ഇത്ര ഉള്ളതാണ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ എന്ത് ബാംഗ്ലൂരാണ്, ഇതിപ്പോൾ ഹോസ്റ്റലും റൂമും PG ആയിട്ട് ജീവിക്കാണല്ലോ, ഇത് എന്ത് ബാംഗ്ലൂർ, ഇങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ സ്വപ്നത്തിൽ ബാംഗ്ലൂരിൽ തോന്നും. ദിസ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ ആ സമയത്ത് എന്ത് വിചാരിക്കരുത്, വീട്ടിൽ പോകാൻ വിചാരിക്കരുത്. അത് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബാംഗ്ലൂരിലെ ട്രാഫിക്കാണ് മക്കളെ. നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ PG ഒക്കെ ഏറ്റവും കൂടുതൽ കോളേജിന് തൊട്ടടുത്ത് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് കോളേജിൽ നിന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾ റൂം സെലക്ട് ചെയ്യാൻ. അത് PG ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ഏറ്റവും അടുത്ത്. കാരണം നിങ്ങൾ രാവിലെ നമ്മുടെ കേരളത്തിൽ ഉറങ്ങി നീച്ച് രാവിലെ 9 മണിക്ക് ഉറങ്ങി നീച്ച് 9:30 കോളേജിന് പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ ബൈക്കില്ലെങ്കിൽ അവിടെ എന്തായില്ല, നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്താൻ കഴിയില്ല. നല്ല ബ്ലോക്കാണ് രാവിലെ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണാൻ ബ്ലോക്കല്ല, ബ്ലോക്ക് ആയിരിക്കും രാവിലെ തന്നെ. അപ്പോൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നിങ്ങൾ റൂം എടുക്കുക. അതുപോലെ തന്നെ അവിടെ ബൈക്ക്, ഹെൽമെറ്റ് 2 ബൈക്ക്, പോലീസുകാർ വെറുതെ കയ്യാട്ടി പൈസ കാണിക്കുക. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ ബൈക്കൊക്കെ മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ തുടക്കത്തിൽ ബൈക്കൊന്നും വേണ്ടാത്താണ് നല്ലത്. അത് നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും എപ്പോഴും ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ കൈകാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത്. അവിടെ ഗവൺമെൻറ് ബസ് ഉണ്ട്. അവിടെ ബാംഗ്ലൂരിൻ്റെ തന്നെ അവിടുത്തെ എന്താ പറയുക മുനിസിപ്പാലിറ്റിൻ്റെ എന്താ പഠിച്ചതിൻ്റെ പേരിനെ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൻ്റെ തന്നെ KSRTC എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിന് തന്നെ KSRTC ഉണ്ട്. നമ്മൾ കർണാടക സ്റ്റേറ്റ് അല്ല, ബാംഗ്ലൂരിന് തന്നെ സെപ്പറേറ്റ് വേറെ ബസ് ഉണ്ട്, ആ മെട്രോയിൽ ഓടുന്ന ബസ്. അപ്പോൾ ആ മെജോറിറ്റി ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യും. പിന്നെ മെട്രോ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു കാര്യമാണ്, പിന്നെ എല്ലാ കോളേജും അടിപൊളി കോളേജ് അല്ല. അതുപോലെ തന്നെ നിങ്ങളെ സമീപിക്കുന്ന എല്ലാവരും അടിപൊളി ആളുകൾ ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ നമ്മളൊന്ന് പഠിക്കണം. കാരണം പല സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഗേൾസുകൾ, പല പെൺകുട്ടികളും പല രീതിയിൽ ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതും ഇതിലൊക്കെ അകപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ധനിയാത്സരങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണടാ. അതൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ എന്താ പറയുക, നമ്മൾക്കൊരു മോറൽ സൈഡ് നമുക്കില്ലേ. വെറും ജോലിയും പൈസയും ഒന്നല്ലല്ലോ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു മോറൽ സൈഡ് ഉണ്ട്. പല ആളുകളും വഴി തെറ്റി പോകാനുള്ള പ്രധാനപ്പെട്ട നമ്മൾ അറിയാതെ ഈ കൂട്ടുകെട്ടിൽ വീണു പോകുന്ന. അപ്പോൾ ഇത് എപ്പോഴും നമ്മളൊരു മനസ്സിലൊരു സാധനം വേണം. എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, നമ്മൾ ഡിസിപ്ലിൻ, നമ്മുടെ ഐഡിയോളജി ഇത് വിട്ട് നമ്മളൊരു കളിയിലേക്ക് നമ്മൾ പോകില്ല. നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം അവിടെയൊക്കെ നമുക്ക് അവിടെ എത്തിപ്പോയി കാരണം നമ്മൾ ഒന്നുകൂടി റിയൽ ലൈഫിലേക്ക് നമ്മൾ പോവാം.
അതുപോലെ തന്നെ നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് ആയിരിക്കണം, നല്ല ഫാക്കൽറ്റീസ് ഉള്ള കോളേജ് ആയിരിക്കണം, നല്ല ഇപ്പം എന്താ പറയുക സൗകര്യങ്ങൾ വേണം, ഹോസ്റ്റൽ കണ്ടീഷൻ, അതുപോലെ സ്റ്റുഡൻസ് റിവ്യൂ. പല കോളേജും എന്താണ് പിന്നെ ഒരുപാട് കപട യൂണിവേഴ്സിറ്റീസ് വരെ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കോളേജ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോളേജിൽ പോയിട്ട് പിന്നെ ആ കോളേജ് ഒരു തവണ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഒരാളെ സഹായം വേണ്ടി വരുന്നൊരു കാര്യം. പല ടീംസും ഉണ്ട്, പല ആളുകളും ഉണ്ട്. ഇപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഒരുപാട് കുട്ടികളെ ഇപ്പോൾ നമ്മളപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ത്രൂയൊക്കെ പരിചയമാണ് പല കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ അവിടെ റെഡി ആക്കി കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ അവൻ്റെ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പല കുട്ടികളെയും അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വീഡിയോസും ക്ലാസ്സും കണ്ട് എന്നെ വിശ്വസിക്കുന്ന കുട്ടികളാണ്. 3 കാര്യങ്ങളാണ് ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, ആ പോണ കോളേജ് ബെസ്റ്റ് കോളേജ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഫീസ് അത് കറക്റ്റ് യഥാർത്ഥ ഫീസ് എങ്ങനെയാണ് നീ അത് പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ഈ ഫീസും അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന സമയത്ത് കുട്ടിക്കൊരു ഐഡിയ വേണം. കാരണം നമ്മൾ എത്രയും പൈസ എടുത്ത് ഇവിടെ ജോയിൻ ചെയ്യുന്നത് പഠിച്ച് നമുക്ക് ഇതെങ്ങനെ. അപ്പോൾ കൃത്യമായ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം മാത്രം നീ ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടിയെ അവൻ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കാര്യങ്ങളും കൃത്യമായി സംസാരിച്ച് നമുക്കത് വേണോ വേണ്ടേ, ഏത് കോഴ്സാണ് ഞാൻ എടുക്കാൻ നല്ലതെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ കഴിവുള്ള ആളാണ്. അതുപോലെ തന്നെ പല ഏറ്റവും ബെസ്റ്റ് കോളേജിലായിട്ട് അത്രയും ടൈപ്പുള്ള ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ വിചാരിക്കുന്ന ഫീസൊന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളില്ല നിങ്ങൾ മനസ്സിലാക്കുക. പല ഈ ഏജന്റുമാരും പല ആളുകളൊക്കെ ഭയങ്കര ഫീസ് എന്ത് ചെയ്യും കൂട്ടി പറയും. അപ്പോൾ ഇത്തരം ആളുകളുമായി, അതായത് അവിടെ അത്രയും എന്താ പറയുക, ഇവർ ചെയ്യുന്ന കോളേജ് അവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജിൽ മാത്രമേ ഇവർ കുട്ടികളെ കണക്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് കണ്ട് നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് ഓക്കെയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പിന്നെ ആ കോളേജ് പോകും. അപ്പോൾ ഇത്തരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്കൊരു ഞാനിത് ചുമ്മാ നിങ്ങൾ താഴത്തെ ഫോം ആരും രജിസ്റ്റർ ചെയ്ത് എനിക്ക് ബാംഗ്ലൂരിൽ പഠിക്കണം, ഇന്ന കോളേജിനെ പറ്റി അറിയണമെന്ന് ആത്മാർത്ഥമായി താല്പര്യമുള്ള ആൾക്കാർ മാത്രം ആ ഫോം ഫില്ല് ചെയ്താൽ മതി. അവനിൽ എന്തായാലും ആ ഫോം താഴെ ഞാനൊരു ഫോം കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്ന ഫോമിലെ ആളുകൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, അവർ നിങ്ങളെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് കോളേജും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഈ പറഞ്ഞ പോലെ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ച് വല്ല കാര്യമുണ്ട് സാറേ ഈ പുതിയ, അപ്പോൾ അതെല്ലാ കാര്യം ക്ലിയർ തരും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, നിഹാൽ സാർ പറഞ്ഞല്ലേ, നിഹാൽ സാറിൻ്റെ ഫ്രണ്ട് അല്ലേ, അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 3-4 കൊല്ലം നിങ്ങളാണ് അവിടെ. നിങ്ങൾ ആ ക്യാമ്പസ് പോയി കണ്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, ഇത് എനിക്ക് പെർഫെക്റ്റ് ആണ്, ഞാൻ ഇവിടെ നന്നായി പഠിക്കുന്ന ഉറപ്പുണ്ട്, മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞ ഒരു കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഈ ഒരു സമയം നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒരു അക്കാഡമിക് വൈസിലേക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരം സ്ഥലത്തൊക്കെ നമ്മൾ പോയി പഠിക്കുമ്പോൾ ഒരു ഡൈവേഴ്സ് കൾച്ചർ നമ്മൾ ഇരുന്ന് പഠിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്. നല്ല ലാംഗ്വേജ്, നല്ല കമ്മ്യൂണിക്കേഷൻ, ഇതിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ കൂടെ, അതായത് അവിടെ ഒരുപാട് ആളുകൾ പല ഐഡിയാസും കാര്യങ്ങളാണ്, അവരെ കൂടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഒരുപാട് കോഴ്സുകളുണ്ട്, BCA, BBA, പാരാമെഡിക്കൽ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴത്തെ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഞാൻ ആ നമ്പറിൽ കറക്റ്റ് അവർ എന്ത് ചെയ്യും, നിങ്ങളെ കണക്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാം. ഇത് നിഹാൽ സാർ ഒരു ആഡ് പരസ്യം പോലെ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ ഫില്ല് ചെയ്യും വേണ്ട. ഇത് ഞാനിവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഏറ്റവും അറിയുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഞാൻ പല ആളുകളും കണക്ട് ചെയ്ത് തരാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയക്കുന്ന ആളുകൾ ഞാൻ പലരെയും കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ കണക്ട് ചെയ്ത ആളുകൾ ആരും ഇതുവരെ ഒരു പ്രയാസവും പറഞ്ഞില്ല. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ആളുകൾക്ക് മാത്രമേ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ഒരു കാര്യം, വീട്ടുകാരെ പൈസയാണ്. നല്ല അത്യാവശ്യം നിങ്ങൾ അവിടെ ഒരു 4 വർഷമൊക്കെ അല്ലെങ്കിൽ 3-4 വർഷം നിങ്ങൾ അവിടെ പഠിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫീസും ഹോസ്റ്റൽ ഫീസും നിങ്ങളുടെ PGയുടെ ഫീസും നിങ്ങളുടെ ചിലവും കോളേജ് ഫീസും അത്യാവശ്യം നല്ലൊരു പൈസ ചിലവുണ്ടായിരിക്കും. ഈ ഒരു 4 വർഷം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവിടുത്തെ കൾച്ചറായിട്ട്, അവിടുത്തെ ഒരു എന്താ പറയുക കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഒക്കെ മിങ്കിൾ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നിങ്ങളുടെ ഒരു കരിയർ അതിൻ്റെ ഒരു ബേസ് അവിടുന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റും സാറേ, ഞാൻ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുക എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പഠിച്ചോളൂ. ബെസ്റ്റ് കരിയറാണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ പുതിയ പുതിയ പല കാര്യങ്ങളും ചിന്തിച്ച് അതിന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ് ആക്ച്വലി ഇനി നമ്മുടെ നാടിന് ലോകത്തിനൊക്കെ ആവശ്യം. പരമ്പരാഗതമായി പല കാര്യങ്ങളും പഠിക്കുന്ന ആളുകൾ ഇനി വേണ്ട. വെറും ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാലം എത്രയോ മാറി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കാര്യങ്ങൾ സ്വപ്നം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. +2 ശേഷം നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, മെജോറിറ്റി ആളുടെയും കരിയർ അത് തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും +2 കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കൊണ്ട്.
ഞാൻ എൻ്റെ പേഴ്സണൽ സിനിമേൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടുന്ന് കണ്ട് മനസ്സിലാക്കിയ ഞാൻ നിങ്ങൾക്ക് വീഡിയോ പറയാൻ വേണ്ടി ഞാൻ നോട്ട് ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ അതിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്ന പരാതിയിൽ ഇനി അങ്ങോട്ട് മുഴുവൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോളേജിൽ എത്തിക്കുന്നവരെ, അതായത് നമ്മുടെ കേരളത്തിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ പരിപാടികളൊക്കെ വരാൻ വേണ്ടി പോകാമെന്ന്, അതിനൊക്കെ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.